ഗൈസ് രാവിലെ ഇടുന്നു കേട്ടോ. സുബാ ഹോ ഗൈ ഹേ ഗൈസ്. 6:30 എണീക്കാന്നൊക്കെ പറഞ്ഞ്, പക്ഷേ അറിയാല അല്ല 6:10 എണീക്കാന്ന് പറഞ്ഞ്, പക്ഷെ അതൊന്നും നടന്നില്ല. എന്നാ ഞാൻ ഇതിപ്പം എനിറ്റുള്ളൂ, എന്തോ വായും കൊണ്ട് എനിറ്റെന്ന് പറയാം. നമുക്ക് ആരൊക്കെ എനിറ്റിട്ടെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു ചെരുപ്പ് ഇടിക്കണം. അടിപൊളിയാട്ടോ സ്ഥലം. ഇവിടെ കായൽ മാത്രം സെറ്റാണ്. അയ്യോ നമ്മുടെ വഴി മാറിപ്പോയി. വഴി ഒരുമാതിരി മനസ്സിലാവാത്ത കൊണ്ടാട്ടോ. ഞാൻ ചെരുപ്പെടുക്കാൻ വേണ്ടിയുള്ള യാത്രയിലാണ്. കിട്ടുമെങ്കിൽ കൊള്ളാം. പിടിച്ചിട്ടുണ്ടോ? എന്തായാലും സലീസ് ചെരുപ്പ് കിട്ടിയേട്ടാ. ചെരുപ്പ് കിട്ടി. ഞാൻ അവിടെ അമ്പൂടെ കുഞ്ഞോടെ വീട്ടിൽ പോയി 2 ബെല്ലടിച്ച്. പക്ഷെ എന്നിട്ട് അവന്മാർക്കൊരു കുശലും ഇല്ല. അവന്മാരല്ല, അവരുടെ അച്ഛനമ്മയുണ്ടോ. നോക്കി ഇതിനാട്ടോ നമ്മുടെ വേമ്പനാട്ട് കായൽ തിരകൾ തുടയ്ക്കുന്നു തകതിമി തിമൃതി എന്ന് പറയണത്. അടിപൊളി സ്ഥലമാണ്. നമ്മൾ സൈക്കിൾ എടുക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ് സൈക്കിൾ ഇവനാണ്. ഫുൾ കൺട്രോൾ ആയിരിക്കണം. ബ്രേക്കൊക്കെ ഉള്ള വണ്ടിയാണ്. പിന്നെന്താ ഒരൊറ്റ പായലങ്ങ് പായണം, അത്രേ ഉള്ളൂ. സ്പീഡ് കരസ്ഥമാക്കിയിരിക്കുന്നതാണ് ഗായ്സ്. അയ്യോ ഇവിടെ ഇച്ചിരി സ്ലോ ആകണം. ഞാൻ കച്ചലക്കി അങ്ങ് പോകണം, അത്രേ ഉള്ളൂ. കാലിപ്പോ എന്നിട്ട് നമ്മള് ക്യാമറ പിടിക്കണം എന്നെ സമയം. അതൊന്നും എൻ്റെ കയ്യിലാണ്. ഓലയും അതും ഇതൊക്കെ ഒന്നാണ്. വീഡിയോ എന്തായാലും എല്ലാ വീഡിയോ ആയാലും അടിപൊളിയായിട്ട് വന്നു കേട്ടോ. അടിപൊളികളല്ല, നല്ല നടത്തി ശരിക്കും കാണിക്കാം. കൈ വിട്ട് ഓടിക്കണ സ്കിൽസ് കാണിക്കോ. പ്ലെയിൻ റോഡാണ് എന്നാലും നമ്മളിതാ വേറെ സൈക്കിൾ എടുത്തിരിക്കുന്നതാണ്. ഏതാണെന്ന് കാണിക്കട്ടെ. റേസിംഗ് സൈക്കിൾ. റെഡി അടിച്ചു ഭയങ്കരമായിട്ട് കൊടുക്കും. വണ്ടി പോകുന്നുണ്ട്. ഇതാ ഇവിടെ നിന്നുള്ള ബിയോ കാണിക്കട്ടെ. സുഖാണോ? പരമ സുഖം. എവിടെ ഒരുത്തനൊക്കെ ഉണ്ടാവും ഒന്നും ചെയ്യാണ്ട് വെറുതെ 7:30-8 മണിയായി. നമ്മളിപ്പോഴും ബോട്ടിങ് വന്നിരിക്കണേ. ഞാൻ ഇവിടെ എടുക്കണേ. അടിപൊളിയാട്ടോ. നമ്മൾ രാവിലെ ചില്ലടിക്കാനും ടാൻ അടിക്കാൻ വേണ്ടിയുള്ള ബെസ്റ്റ് സ്ഥലമാണ്. ഭയങ്കര കഷ്ടപ്പാടാണ് വളക്കാൻ വളയ്ക്കാൻ. അതിരിക്കാൻ പറ്റത്തില്ല. അതടിച്ച് അടിപൊളി. ഇത് ആ കമ്പും പിടിച്ചിട്ടാ
എന്നാലും എനിക്കിവിടെ പരമസുഖം അടിച്ച് കണ്ട എടാ ഇവന്മാര് ലൈസൻസ് ഒക്കെ എത്ര ഫെയിൽ ആയിട്ടുള്ളവന്മാരാന്ന് അറിയും. എടാ അവിടെ നിന്ന് ചവിട്ടി കൊടുക്കണം. ചവിട്ട് കൊടുത്ത് പറഞ്ഞോ. ഷെല്ലാ പാമ്പുണ്ടാവും, ഷെല്ലുണ്ടാവും, പറയാൻ പറ്റില്ല. ബോണസായി നിങ്ങൾ എന്നെ കണ്ട് മടുത്തുനിന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ മറ്റേ പിള്ളേരെ കാണിക്കണേ. എന്റെ തല പോവും. എടാ ബാക്ക് സീറ്റിൽ പൊക്കം കൂടെ എന്റെ കയ്യിൽ നിന്ന് ഫോൺ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീനൊക്കെ കാണാൻ കിട്ടുന്നതായിരിക്കും. ആ വീടിന്റെ അടിയിൽ നിന്ന് ഒരു പൈപ്പിന് വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ഞാൻ നോക്കുമ്പോ വെള്ളത്തിന്റെ അടിയിൽ നിന്നില്ലേ മീനെന്നാ കടന്നു എന്താ അടിപൊളിയാട്ടോ. ചിൽ ലൈഫ് എന്ന് വെച്ചാൽ പിന്നെ ഇവൻ ശരി വെട്ടി ഓടിയോ. ഞാൻ വിചാരിച്ചു പുറത്തുനിന്ന് ഒരാള് പോളാ. കവിത പോലെ ഹലോ ഗൈസ്, നമ്മളിപ്പോ ആ ഹൗസ് ബോട്ടി കയറിയേക്ക. ഇതിന്റെ സ്പീഡ് നിനക്കറിയാം. ആ നല്ല അടിപൊളി സ്പീഡാ. നീ കൂടുതൽ അടിച്ചോണ്ട. ഞാൻ കൂടുതൽ അടിച്ചിട്ടുണ്ടോ? പോണ്ടായേ നമുക്ക് POV അല്ലേ പ്രധാനം. യോ ഗൈസ്, എൻ്റെ സൈക്കിളിൻ്റെ വീഡിയോ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊന്ന് നേരെ വന്നത് പൂളും എല്ലാം ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയാണ്. എൻ്റെ ഫോൺ മിസ്സിങ് ആയിരുന്നു, അറിയാലോ. ഏകദേശം ഒരു 1.5 മണിക്കൂർ തപ്പിയപ്പോഴേക്കും നമുക്ക് കിട്ടിയാനോ. നമ്മളിവിടെ കായല്, അപ്പുറത്ത് കായലാണ്. കായലിൻ്റെ ഇവിടെ ഇങ്ങനെ നൈസായിട്ടിരിക്കുക. നാളെ ഹൗസ് ബോട്ടിംഗ് ഉണ്ട്. പിന്നെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ രാവിലെ എണീറ്റിട്ട് വ്ളോഗ് ഉണ്ടാവും. പൊളിയാകത്തില്ലോ ഇട്ടിട്ട് ആവും. ഇപ്പൊ കുഞ്ഞു വരുവാണ്ട് നമ്മളിങ്ങനെ പെപ്സി ഒക്കെ പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ അടിക്കണം. നമുക്ക് എഡിറ്റ് ചെയ്ത് പകുതിയോളം കളയും, കാരണം ഇത്രയും വലിയ വീഡിയോ കാരുടെ കാണണേ. പിന്നെ എൻ്റെ വർത്താനം മാത്രമല്ല, നമുക്ക് വേറെ കണ്ടന്റും കൂടി വേണ്ടേ. നമ്മൾ രാത്രി ഇരുന്നപ്പോൾ പെപ്സി അടിക്കാൻ പോണേ കേട്ടോ. ഗൈസ് നമ്മളിപ്പോൾ വെള്ളമൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിനെ ഒഴിക്കുന്ന കേട്ടോ കളി. അതേ പിന്നെ ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, ആരും തന്നെ ഇതിന് ഹാനികരം, മനസ്സിലായല്ല. പാരൻസാ കാണണമെങ്കിൽ സോറി കേട്ടോ. അധികം ഒഴിക്കണ്ട, ഇച്ചിരി വെച്ചാൽ മതി. അത് തന്നെ അടിപൊളിയാട്ടോ ഗൈസ്. നമ്മുടെ സാധനം കിട്ടി. ധ്രുവാണ്ടോ എല്ലാവർക്കും ഒഴിച്ചു തന്നെ. കട്ടൻ ചായ പോലെ ഉണ്ട്. Cheers guys. നൈസ് കട്ടൻ ചായ, അടിപൊളി ആട്ടാ. മത്തിരി